Welcome back, my dear students, on a new lecture on number theory. പ്രീവിയസ് ലെക്ചറിൽ നമ്മൾ കോൺഗ്രുവൻസുമായി ബന്ധപ്പെട്ട ചില റിസൾട്ടുകളും അതുമായി ബന്ധപ്പെട്ട ചില പ്രോബ്ലംസാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഈ ലെക്ചറിലും നമ്മൾ കോൺഗ്രുവൻസുമായി ബന്ധപ്പെട്ട ചില റിസൾട്ടുകളാണ് വി ആർ ട്രൈങ് ടു എസ്റ്റാബ്ലിഷ്. സോ തിയറം if CA congruent to CB mod n, then A congruent to B mod n by D, where D is equal to GCD of C and N. Okay, so നമുക്ക് സി എ കോൺക്രൂവൻറ്റ് ടു സി ബി മോഡൽ എന്നുള്ളൊരു എക്സ്പ്രഷൻ തന്നിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് എ കോൺക്രൂവൻറ്റ് ടു ബി മോഡ് എൻ ബൈ ഡി എന്ന് എഴുതാൻ പറ്റും. ഡി എന്നുള്ളത് സിയുടെയും എന്നിൻ്റെയും ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ ആണെങ്കിൽ. ഓക്കെ, സോ ദിസ് മീൻസ് ദാറ്റ് നമുക്ക് സി എ കോൺക്രൂവൻറ്റ് ടു സി ബി മോഡ് എന്ന് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് സി ഇങ്ങനെ ചുമ്മാ ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ക്യാൻസൽ ചെയ്തുകൊണ്ട് നമുക്ക് ജനറലി എഴുതാൻ പ്രാക്ടിക്കലി പോസിബിൾ അല്ല. ഓക്കെ, സോ അങ്ങനെ എഴുതാൻ പറ്റണമെന്നുണ്ടെങ്കിൽ, ഡിവിഷൻ കോൺക്രുവൻസിൻ്റെ അകത്ത് പറ്റണമെന്നുണ്ടെങ്കിൽ ജി സി ഡി ഓഫ് സി എൻ ഈസ് ഈക്വൽ ടു ഡി എന്നുള്ള കോമൺ ഡിവൈസർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഡിവിഷൻ പോസിബിൾ ആയിട്ടുള്ളൂ. ദിസ് ഈസ് അനദർ വേ ഓഫ് സെയിങ് ദിസ് തിയറം. അപ്പോൾ നമ്മൾ സാധാരണ കോൺക്രുവൻസിൻ്റെ അകത്ത് അഡീഷൻ ചെയ്തു, സബ്ട്രാക്ഷൻ ചെയ്തു, മൾട്ടിപ്ലിക്കേഷനും ചെയ്തു. ഇൻ ജനറൽ ഡിവിഷൻ ഈസ് നോട്ട് മാൻഡേറ്ററിലി ട്രൂ. അങ്ങനെ ആകണമെന്ന് നിർബന്ധമില്ല. ഡിവിഷൻ പോസിബിൾ ആകണം എന്ത്? ജി സി ഡി കോമൺ ഡിവൈസേഴ്സ് ഉണ്ടെങ്കിൽ ഡിവിഷൻ ക്യാൻ ബി ഡൺ എന്നുള്ളതാണ് ജനറൽ ഐഡിയ. ഓക്കെ, സോ ഹൗ വിൽ വി പ്രൂവ് ദാറ്റ്? സോ ദ പ്രൂഫ് is, so given that CA congruent to CB model, so this implies CA minus CB congruent to 0 model. Okay, അല്ലെങ്കിൽ n divides CA minus CB. So this implies C ഇവിടെ നിന്ന് കോമൺ എടുത്താൽ C into A minus B congruent to 0 mod n, or n divides C into A minus B. Or in other words, C into A minus B is a multiple of n, or C into A minus B should be a multiple of n. K is a positive integer. Okay, maybe negative. The multiple of n ആണ് എന്ന രീതിയിൽ പറയാൻ സാധിക്കും. Given that D is equal to GCD of C and N. ഓക്കെ, ഇത് അപ്പോൾ ഡി എന്നുള്ളത് സിയുടെയും എന്നിൻ്റെയും ഒരു ഡിവൈസറാണ്, അല്ലെങ്കിൽ സിയും എന്നും ഡിയുടെ ഒരു മൾട്ടിപ്പിൾ ആണ്. ഓക്കെ, ഡി ഇസ് ദ ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ ഓഫ് ബോത്ത് സി ആൻഡ് എൻ, which means that C and N are multiples of this D. So C can be written as some multiple K1 D എന്ന് എഴുതാൻ പറ്റും. N can be written as some multiple K2 D എന്ന് എഴുതാൻ സാധിക്കും. കാരണം ഇവിടെ തന്നിട്ടുണ്ട് D is the GCD, which means that D divides both C and N, or C and N are multiples of D. And also this K1 and K2 should be relatively prime. Okay, നമുക്ക് ഈ K1 D അല്ലെ സിയുടെ വാല്യൂ എന്നിൻ്റെ വാല്യൂ ഇതിൻ്റെ അകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ this expression we call it as 1. So equation 1 implies C, that is K1D
into a minus b is equal to k times n is k2d. Okay. So നമ്മൾ d രണ്ട് സൈഡിലും ക്യാൻസൽ ചെയ്ത് കളയുന്നു. Divide both sides with d. So the resulting equation becomes k1 into a minus b is equal to k2. So which means this is a multiple of k2. Okay, k എന്നുള്ളത് ഒരു ഇൻറ്റീജർ ആണ്. k2 എന്ന് പറയുന്നതിൻ്റെ ഒരു മൾട്ടിപ്പിൾ ആണ് ഈ നമ്പർ. Okay, or k2 divides this number, or k2 divides k1 into a minus b. Okay. Now, നമ്മൾ c is equal to നമ്മൾ എഴുതിയത് k1d, which implies k1 is equal to c by d. Okay, and n is equal to k2d എന്നാണ് എഴുതുന്നത്, which implies k2 is equal to n by d. ഇങ്ങനെയാണ് നമ്മൾ എഴുതിയത്. ഇനി k1നും k2നും കോമൺ ആയിട്ടൊരു ഡിവൈസറും ഉണ്ടാകില്ല. കാരണം GCD ഓഫ് സി ആൻഡ് എൻ ഈസ് ഡി. സിക്കും എന്നിൻ്റെ അകത്തും ഉണ്ടാകുന്ന ഏറ്റവും വലിയ ഡിവൈസറാണ്, കോമൺ ഡിവൈസറാണ് ഡി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം സിക്കും എന്നിനും കോമൺ ആയിട്ടുണ്ടാകുന്ന ഡിവൈസറിൻ്റെ അകത്തെ ഏറ്റവും മാക്സിമം ഡിവൈസറാണ് ഡി എന്ന് പറയുന്നത്. ഈ k1 എന്നുള്ളത് സിയിൽ നിന്ന് ആ ഡിവൈസർ കളഞ്ഞതാണ്. ഓക്കെ, ആ ഡിവൈസറിനെ നമ്മൾ എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞു. k2 എന്നുള്ളത് എന്നിൽ നിന്ന് ആ ഡിവൈസർ, കോമൺ ഡിവൈസറിനെ കളഞ്ഞതാണ്. സോ സിക്കും എന്നിനും കോമൺ ആയിട്ടുണ്ടാകുന്ന ഡിവൈസർ k1ൻ്റെ അകത്തും ഇല്ല, k2ൻ്റെ അകത്തും ഇല്ല. ഓക്കെ, അപ്പം സിക്കും എന്നിനും ഉള്ള കോമൺ ഡിവൈസേഴ്സിനെ എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞിട്ടാണ് k1ഉം k2ഉം ഡിഫൈൻ ചെയ്തത്. സോ വിച്ച് മീൻസ് k1നും k2നും കോമൺ ആയിട്ട് ഡിവൈസേഴ്സ് ഉണ്ടാകില്ല. സോ വിച്ച് മീൻസ് GCD ഓഫ് k1 k2 should be equal to 1. Okay, k1നും k2നും കോമൺ ഡിവൈസേഴ്സ് ഉണ്ടാകില്ല. കാരണം k1 is c by d and k2 is n by d and d is the GCD, ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസേഴ്സ്. അപ്പോൾ രണ്ടിൻ്റെ അകത്തുനിന്നും ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസേഴ്സ് എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞിട്ടാണ് this we have defined. Now നമ്മൾ ഓൾറെഡി എസ്റ്റാബ്ലിഷ് ചെയ്തത് k2 divides k1 into a minus b and GCD of k1 k2 is equal to 1. Okay, so ഈ k2 എന്ന് പറയുന്നതിൻ്റെ ഈ നമ്പർ k1 into a minus b is a multiple of k2. ഓക്കെ, k1നും k2നും കോമൺ ഡിവൈസേഴ്സ് ഇല്ല. ഓക്കെ, സോ സിൻസ് k1 into a minus b is a multiple of k2 and k1നും k2നും കോമൺ ഡിവൈസർ ഇല്ലെങ്കിൽ ഇതിൻ്റെ പ്രോഡക്റ്റിനെ k2 എന്നുള്ളത് ഈ രണ്ട് നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റിനെ ഡിവൈഡ് ചെയ്യുന്നു, ഇതിനെ ഡിവൈഡ് ചെയ്തില്ല കാരണം കോമൺ ഡിവൈസർ ഇല്ല. സോ ഇറ്റ് ഷുഡ് ബി ഡിവൈഡിങ് ദ അതർ നമ്പർ. സോ വിച്ച് മീൻസ് ദാറ്റ് k2 divides a minus b. ഓക്കെ, കാരണം k1ൻ്റെയും k2ൻ്റെയും GCD 1 ആണ്, വിച്ച് മീൻസ് ദാറ്റ് k2 ഡസ് നോട്ട് ഡിവൈഡ്സ് k1. ഓക്കെ, പക്ഷെ k1ൻ്റെയും a മൈനസ് ബിയുടെയും പ്രോഡക്റ്റിനെ k2 ഡിവൈഡ് ചെയ്യും. സോ ഈ നമ്പറിനെ ഡിവൈഡ് ചെയ്യുന്നില്ല, ഇതിൻ്റെ പ്രോഡക്റ്റിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ GCD 1 ആയതുകൊണ്ട് k2 ഷുഡ് ബി ഡിവൈഡിങ് ദ അതർ നമ്പർ, വിച്ച് ഈസ് വാട്ട് യൂക്ലിഡ്സ് ലെമ്മ സ്റ്റേറ്റ്സ്. ഓക്കെ, യൂസിങ് യൂക്ലിഡ്സ് ലെമ്മ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, സോ ഇവിടെ k2 and k1 does not have any common divisor and k1 into a minus b is divisible by k2. So which means that k2 divides a minus b, or a minus b congruent to 0 mod k2, or a congruent to b mod k2 എന്ന് കിട്ടും. ഇനി നമ്മൾ പ്രീവിയസ് നോക്കുമ്പോൾ k2 is actually n by d എന്നാണ് നമ്മൾ ഡിഫൈൻ ചെയ്തത്. ഓക്കെ, so we substitute that is a congruent to
B mod n by d. This is what we need to establish. അപ്പോൾ നമുക്ക് CA congruent to CB mod n ആണെങ്കിൽ we can write A congruent to B mod n by d എന്ന് എഴുതാൻ പറ്റും, where d is the GCD of C and n. അപ്പോൾ നമുക്ക് ചുമ്മാ കോൺഗ്രുവൻസിൻ്റെ അത് ഡിവിഷൻ പോസിബിൾ അല്ല, കോമൺ ഡിവൈസർ ആണെങ്കിൽ മാത്രമേ ഡിവിഷൻ പോസിബിൾ ആകത്തുള്ളൂ. ഓക്കെ, സോ ദിസ് ഈസ് ദ റിസൾട്ട്. സോ നെക്സ്റ്റ് മൂവിങ് ഓൺ, using this result we can propose the following statement. So the first result is, which can be stated as a corollary, which means that the results obtained from the previous theorem, അതിനെയാണ് corollary എന്ന് വിളിക്കുന്നത്. So if CA congruent to CB mod n and GCD of C and n is equal to 1, then A congruent to B mod n. Okay, ഇത് പ്രീവിയസ് റിസൾട്ടിൽ നിന്ന് ഒബ്റ്റെയിൻ ചെയ്യുന്നതാണ്. ഇറ്റ്സ് പ്രൂഫ് ഈസ് ക്വൈറ്റ് സിമ്പിൾ. നമുക്കറിയാം CA congruent to CB mod n ആകുകയും GCD of C and n is equal to D ആകുകയും, D is equal to here 1 ആകുകയും ചെയ്താൽ A congruent to B mod n by D ആണ്. നമുക്കറിയാം ഇവിടെ D is given as 1. ഓക്കെ, സോ പ്രീവിയസ് റിസൾട്ടിൻ്റെ അകത്ത് D is equal to 1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഈ റിസൾട്ട് കിട്ടി. ദാറ്റ് ഈസ് CA congruent to CB mod n implies A congruent to B mod n by D. Here D is actually 1, so which implies A congruent to B mod n by 1, which is n. So this is what we need to establish. So previous result in അകത്ത് D is equal to 1 ആണെങ്കിൽ നമുക്ക് ഡിവിഷൻ പോസിബിൾ ആണ്. ഓക്കെ, സോ ഇതിനെ നമുക്ക് വേറെ രീതിയിലും പറയാം. CA congruent to CB mod n ആണെങ്കിൽ സിക്കും എന്നിനും കോമൺ ഡിവൈസേഴ്സ് ഇല്ലെങ്കിൽ, അത് രണ്ടും കോമൺ ഡിവൈസേഴ്സ് ഇല്ലാത്ത നമ്പർ ആണെങ്കിൽ നമുക്ക് C കൊണ്ട് ഡിവിഷൻ നടക്കും. ഓക്കെ, അതായത് കോൺഗ്രുവൻസിൻ്റെ അകത്ത് ഡിവിഷൻ പോസിബിൾ ആണ് whenever C and n does not have any common divisor. ഇനി സിക്കും എന്നും കോമൺ ഡിവൈസേഴ്സ് ഉണ്ടെങ്കിൽ, അതർ ദാൻ 1 ഉണ്ടെങ്കിൽ, this division is not at all possible. Okay, so the congruenceന്റെ അകത്ത് in general division is not done, can be done. Division possible ആണ് എപ്പോൾ സിയുടെയും എന്നിൻ്റെയും കോമൺ ഡിവൈസേഴ്സ് ഒന്നുമില്ല, 1 അല്ലാതെ വേറെ കോമൺ ഡിവൈസേഴ്സ് ഇല്ലെങ്കിൽ. ഓക്കെ, now using this result we can propose the following results. The first result is, if AB congruent to 0 mod n and GCD of A and n is equal to 1, then B congruent to 0 mod n. ഓക്കെ, ഇത് നമുക്ക് ഈ റിസൾട്ട് ഈസിലി പറയാൻ പറ്റുന്നതാണ്. സോ ഞാൻ എ ബി congruent to 0 mod n നെ I write it as AB congruent to A into 0 mod n എന്ന് എഴുതാൻ പറ്റും. സോ ഇവിടെ C എന്ന് പറയുന്നതിൻ്റെ സ്ഥാനത്ത് ഇവിടെ A എന്ന് വന്നതേ ഉള്ളൂ. ഓക്കെ, ഇൻസ്റ്റെഡ് ഓഫ് C ഈ റിസൾട്ടിൻ്റെ അകത്ത് ഇവിടെ A ആയി, C എന്നുള്ളത് A ആയി. ഓൾസോ GCD ഓഫ് A and n is equal to 1. So AB congruent to A into 0 mod n ആണെങ്കിൽ യൂസിങ് ദിസ് റിസൾട്ട് ഇവിടെ സിക്ക് പകരം C is equal to എന്തായി, A ആയി ഈ റിസൾട്ടിൻ്റെ അകത്ത്. So using this result we can say that A congruent to B mod n, or second part common part ഒഴിവാക്കിയിട്ടുള്ളത് A congruent to 0 mod n എന്ന് എഴുതാൻ പറ്റും. ഇവിടെ B congruent to what, 0 mod n എന്ന് എഴുതാൻ പറ്റും. So here B congruent to 0 mod n എന്ന് എഴുതാനായിട്ട്. സോ ഈ കൊറോളറിയുടെ ഒരു ബാക്കി പത്രമാണിത്. സോ ദ ഓൺലി ഡിഫറൻസ് ഈസ് ഇവിടെ സിക്ക് പകരം ഇവിടെ എ വരുന്നു എന്നുള്ളൊരു പ്രധാനപ്പെട്ട വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഓക്കെ, this is the first result which we can obtain from this. The next result is,
if AB congruent to 0 mod P, where P is prime, and then either A congruent to 0 mod P or B congruent to 0 mod P. Okay. P is a prime number. Okay. How will we prove this? തന്നിട്ടുണ്ട് എ ബി കോൺക്രൂവൻ ടു 0 മോഡ് പി എന്ന്. ഇനി നമുക്ക് എ ബി കോൺക്രൂവൻ ടു എ ഇൻറ്റു 0 മോഡ് പി എന്ന് എഴുതാൻ സാധിക്കും. ഓക്കെ. ഇനി ദിസ് ഈസ് ഓഫ് ദ ഫോം സി എ കോൺക്രൂവൻ ടു സി ബി മോഡ് പി എന്നുള്ള ഫോർമാറ്റിലായി. ഓക്കെ. ഇവിടെ സിക്ക് പകരം എ വന്നേ ഉള്ളൂ. നൗ ദ ക്വസ്റ്റ്യൻ ഈസ്, ഇവിടെ ജി സി ഡി ഓഫ് സി ആൻഡ് എൻ, ഇവിടെ സിക്ക് പകരം എ ആണ്, സോ എന്നിന് പകരം പി ആണ്. ജി സി ഡി ഓഫ് എ ആൻഡ് പി ഈസ് ഈക്വൽ ടു 1 ആണ്, വിച്ച് മീൻസ് ദാറ്റ് ഇഫ് പി ഡസ് നോട്ട് ഡിവൈഡ്സ് എ, ജി സി ഡി 1 ആണെന്ന് വെച്ചാൽ ഡിവൈഡ് ചെയ്തില്ല, പി പ്രൈം നമ്പർ ആണല്ലോ. പി ഡസ് നോട്ട് ഡിവൈഡ്സ് എ ആണെങ്കിൽ പ്രീവിയസ് റിസൾട്ട് വെച്ചിട്ട് ദിസ് ഈസ് ഓഫ് ദ ഫോം സി എ കോൺക്രൂവൻ ടു സി ബി മോഡ് എന്നുള്ള ഫോർമാറ്റിലായി, വിച്ച് ഇംപ്ലൈസ് എ കോൺക്രൂവൻ ടു ബി മോഡ് എൻ തന്നെയാണ് ജി സി ഡി 1 ആണെങ്കിൽ. ഓക്കെ. ഹിയർ സോ ദിസ് എ ബി കോൺക്രൂവൻ ടു എ ഇൻറ്റു 0 മോഡ് പി ഞാൻ കൺസിഡർ ചെയ്യുന്നു ജി സി ഡി ഓഫ് എ ആൻഡ് പി ഈസ് 1. ഓക്കെ. ജി സി ഡി ഓഫ് എ ആൻഡ് പി 1 ആണെങ്കിൽ വി ക്യാൻ റൈറ്റ് യൂസിങ് പ്രീവിയസ് റിസൾട്ട് ബി കോൺക്രൂവൻ ടു 0 മോഡ് പി എന്ന് എഴുതാൻ സാധിക്കും. ഓക്കെ. ഇഫ് ജി സി ഡി ഓഫ് എ ആൻഡ് പി ഈസ് ഈക്വൽ ടു 1 ഓർ പി ഡസ് നോട്ട് ഡിവൈഡ്സ് എ. അപ്പോൾ പി എ ഡിവൈഡ് ചെയ്യുന്നില്ലെങ്കിൽ ബി കോൺക്രൂവൻ ടു 0 മോഡ് പി എന്ന് എഴുതാൻ പറ്റും. ഇഫ് പി ഡിവൈഡ്സ് എ ദെൻ എ കോൺക്രൂവൻ ടു 0 മോഡ് പി എന്ന് എഴുതാൻ സാധിക്കും. ഇവിടെ രണ്ട് കേസേ ഉള്ളൂ. ഒന്നുകിൽ പി എ ഡിവൈഡ് ചെയ്യുക, പി പ്രൈം നമ്പർ ആണ്, അല്ലെങ്കിൽ പി എ ഡിവൈഡ് ചെയ്യാതിരിക്കുക. പി എ ഡിവൈഡ് ചെയ്തില്ലെങ്കിൽ ജി സി ഡി ഓഫ് എ ആൻഡ് പി ഈസ് ഈക്വൽ ടു 1. സോ എ ബി കോൺക്രൂവൻ ടു 0 മോഡ് പി എ ബി കോൺക്രൂവൻ ടു എ ഇൻറ്റു 0 മോഡ് പി എന്ന് എഴുതാൻ സാധിക്കും. ജി സി ഡി എന്താണ്? 1 ആണ്, കാരണം പി ഡസ് നോട്ട് ഡിവൈഡ്സ് എ. സോ യൂസിങ് പ്രീവിയസ് റിസൾട്ട്, ഈ റിസൾട്ട് വെച്ചിട്ട് നമുക്ക് എന്ത് എഴുതാം? ബി കോൺക്രൂവൻ ടു 0 മോഡ് പി എന്ന് എഴുതാൻ സാധിക്കും. ഓക്കെ. സോ ഇവിടെ നിന്ന് ബി കോൺക്രൂവൻ ടു 0 മോഡ് പി നമ്മൾ എഴുതി. ഓക്കെ. ഇത് പി ഡസ് നോട്ട് ഡിവൈഡ്സ് എ ആണ്. ഇനി പി ഡിവൈഡ്സ് എ ആണെങ്കിൽ എ ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് പി, സോ വിച്ച് മീൻസ് എ കോൺക്രൂവൻ ടു 0 മോഡ് പി. അപ്പോൾ രണ്ട് പാർട്ടുമായി. ഒന്നുകിൽ എ കോൺക്രൂവൻ ടു 0 മോഡ് പി അല്ലെങ്കിൽ ബി കോൺക്രൂവൻ ടു 0 മോഡ് പി എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. സോ പി ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ എ കോൺക്രൂവൻ ടു 0 മോഡ് പി ആണ്. പി ഡസ് നോട്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ പി കോൺക്രൂവൻ ടു 0 മോഡ് പി എന്ന് എഴുതാനായിട്ട് സാധിക്കും. നൗ പ്രീവിയസ് പറഞ്ഞ റിസൾട്ടിനെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും, ജനറലൈസ് ചെയ്യാൻ പറ്റും, വിച്ച് ഈസ് ദ നെക്സ്റ്റ് കൊറോളറി. If CA congruent to CB mod P and P does not divide C, where P is prime, then A congruent to B mod P. Okay, so ഇതിന്റെ പ്രൂഫ്, if CA congruent to CB mod P ആണെങ്കിൽ, okay, there are two cases. Either P does not divide C, or P divides C. Okay, if P does not divide C, which implies പിക്കും സിക്കും കോമൺ ഡിവൈസർ ഇല്ല, കാരണം പി പ്രൈം ആണ്, കാരണം പിക്ക് വേറെ ഡിവൈസേഴ്സ് ഒന്നുമില്ല. സോ ജി സി ഡി ഓഫ് പി ആൻഡ് സി ഈസ് ഈക്വൽ ടു 1. ഓക്കെ. സോ ഇവിടെ ഡിക്ക് പകരം 1 വന്നു. ദാറ്റ് ഈസ് സി എ കോൺക്രൂവൻ ടു സി ബി മോഡ് പി ആണ്, ആൻഡ് പി ഡസ് നോട്ട് ഡിവൈഡ് സി തന്നിട്ടുണ്ട്, ആൻഡ് which means P does not divide C ആണെങ്കിൽ GCD of
P and C or C and P is equal to D which is equal to 1. Then നമ്മൾ പഠിച്ച റിസൾട്ട് വെച്ച് ഓക്കെ സി എ കോൺക്വൻറ്റ് ടു സി ബി മോഡ് എൻ ജി സി ഡി ഓഫ് സി ആൻഡ് എൻ ഈസ് ഈക്വൽ ടു 1 ആണെങ്കിൽ എ കോൺക്വൻറ്റ് ടു ബി മോഡ് എൻ ആണ്. ഓക്കെ, ഇവിടെ എന്നിന് പകരം പി വന്നുള്ളതേ ഉള്ളൂ. സി എ കോൺക്വൻറ്റ് ടു സി ബി മോഡ് പി ജി സി ഡി ഓഫ് സി ആൻഡ് പി ഈസ് ഈക്വൽ ടു 1 വിച്ച് ഇംപ്ലൈസ് എ കോൺക്വൻറ്റ് ടു ബി മോഡ് പി. ദിസ് ഈസ് വാട്ട് വി നീഡ് ടു പ്രൂവ്. ഓക്കെ, അപ്പോൾ ഈ കേസ് നമുക്ക് കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല, കാരണം റിസൾട്ടിൻ്റെ അകത്ത് തന്നിട്ടുണ്ട് P does not divides C. Okay, so this part is obtained from corollary 1. So let us discuss some more examples. Question: give an example to show that A square congruent to B square mod n need not imply that A congruent to B mod n. Okay, so A square congruent to B square mod n ആണെങ്കിൽ എ കോൺക്വൻറ്റ് ടു ബി മോഡ് എന്നാകണമെന്ന് നിർബന്ധമില്ല എന്ന് നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാം. ഓക്കെ, ദ ഈസിയസ്റ്റ് എക്സാമ്പിൾ ഈസ് പുട്ട് എ ഈസ് ഈക്വൽ ടു 3, ബി ഈസ് ഈക്വൽ ടു -3, n ഈസ് ഈക്വൽ ടു 9. സോ എ സ്ക്വയർ ഈസ് കോൺക്വൻറ്റ് ടു വിച്ച് ഈസ് 3 square which is 9 which is congruent to 0 mod 9. Okay, b square which is -3 square which is 9 which is congruent to 0 mod 9. Okay, that is a square congruent to b square mod 9 or 3 square congruent to -3 the whole square mod 9. കാരണം 3 square 9 ആണ്, 9 congruent to 9 mod 9. ഓക്കെ, ദിസ് ഈസ് പോസിബിൾ. അപ്പോൾ എ സ്ക്വയർ congruent to ബി സ്ക്വയർ mod 9. ഹിയർ എ congruent to ബി mod 9 ആണോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഇംപ്ലൈസ് 3 congruent to -3 mod 9. ദാറ്റ് ഈസ് ഇത് ഇപ്പുറത്തോട്ട് കൊണ്ടുവരുമ്പോൾ 6 congruent to 0 mod 9. which implies that 9 divides 6, which is not possible. Okay, so in the assumption തെറ്റായി പോയി. സോ ഇവിടെ എ സ്ക്വയർ കോൺക്വൻറ്റ് ടു ബി സ്ക്വയർ മോഡ് എന്നാണ്, പക്ഷേ എ കോൺക്വൻറ്റ് ടു ബി മോഡ് എന്നല്ല. സോ ഇൻ ജനറൽ എ സ്ക്വയർ കോൺക്വൻറ്റ് ടു ബി സ്ക്വയർ മോഡ് എന്നാകുമ്പോൾ എ കോൺക്വൻറ്റ് ടു ബി മോഡ് എന്നാകണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, സോ ദിസ് ഈസ് റിസൾട്ട്. Okay, next is question: prove that 53 raised to 103 plus 103 raised to 53 is divisible by 9. by 39. Sorry, 13. സോ ഈ നമ്പറിനെ 39 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും എന്ന് പ്രൂവ് ചെയ്യണം. ഓർ വി ഹാവ് ടു പ്രൂവ് ദാറ്റ് 53 raised to 103 plus 103 raised to 53 congruent to 0 mod 39. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഇവിടെ എൻ്റെ ഒബ്ജക്റ്റീവ്, ഇങ്ങനത്തെ കണക്കുകളിലെല്ലാം എൻ്റെ ഒബ്ജക്റ്റീവ് ഈ 53 raised to 103 എന്നുള്ളത് വളരെ വലിയ നമ്പറാണ്. സോ 53യുടെ ചെറിയ പവേഴ്സ് എടുക്കുമ്പോൾ ഐദർ കോൺക്രൂവൻറ്റ് ടു 1 mod 39 ഓർ -1 mod 39 എന്ന രൂപത്തിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒബ്ജക്റ്റീവ്. ഓക്കെ, അങ്ങനെ ആക്കി കഴിഞ്ഞാൽ
നമുക്ക് വളരെ 1ന്റെ പവേഴ്സ് എടുക്കുമ്പോൾ എപ്പോഴും ആൻസർ 1 ആണ്. -1ന്റെ പവേഴ്സ് എടുക്കുമ്പോൾ എപ്പോഴും ഐദർ ആൻസർ ഇറ്റ് ഈസ് 1 ഓർ ഇറ്റ് ഈസ് ആൻസർ -1. ദാറ്റ്സ് അവർ ഒബ്ജക്റ്റീവ്. സോ നമുക്ക് 53 നമുക്ക് 39 plus 14 എഴുതാം, which is congruent to 0 mod 39, which is congruent to 14 mod 39. Okay, or 53 is congruent to 14 mod 39. പക്ഷെ ഇങ്ങനെ കിട്ടിയത് കൊണ്ട് 14 is a big number, ഇതുകൊണ്ട് കാര്യമില്ല. ഓക്കെ, സോ 53 the whole square എടുക്കുക. 53 the whole square is 2809. This is 2808 plus 1. This is actually ഈ 2808 എന്ന് വെച്ചാൽ it's a multiple of 39. Okay, so 39 divides 2808 or 2808 congruent to 0 mod 39. So this is 0 plus 1 mod 39 or 53 square congruent to 1 mod 39. Quite simple. Well, ഇത് കിട്ടി. നമുക്ക് 53 raised to 103 ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ, സോ 103 is actually ഇവിടെ 2 ഉണ്ട്, 2 into 51 plus 1. Okay, so 53 raised to 103 is actually 53 raised to 2 the whole raised to 51 into 53. Okay, this is the idea. So whole raised to 51 എടുത്താൽ 53 square the whole raised to 51 should be congruent to 1 raised to 51 mod 39, which is 53 raised to 102 congruent to 1 mod 39. ഓക്കെ, എന്ന് കിട്ടി. നമുക്ക് നമ്മൾ 1 എടുത്തതിൻ്റെ ഒബ്ജക്റ്റീവ് ഇതാണ്. 1 ആക്കുമ്പോൾ 1ൻ്റെ ഏത് പവേഴ്സ് എടുത്താലും ഇറ്റ് ഈസ് ആക്ച്വലി 1 കോൺഗ്രുവൻസിൻ്റെ കേസിൽ. നൗ 53 into 53 raised to 102 congruent to 53 into 1 mod 39, which is 53 raised to 103 congruent to 53 mod 39. 53 is actually 14. Okay, 53 congruent to 14 mod 39. This is actually congruent to 14 mod 39. Okay, so 53 raised to 103 value കിട്ടി. So what we obtain is 53 raised to 103 congruent to 14 mod 39. Now moving on to the next number, 103 raised to 53. Okay, so ഇവിടെയും നമുക്ക് നമ്മുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് 1 ഓർ -1 മോഡ് എന്ന രൂപത്തിലേക്ക് ആക്കുക എന്നുള്ളതാണ്. സോ ഫസ്റ്റ് 103 ഈസ് ആക്ച്വലി 78 plus 25 എന്ന് എഴുതാൻ പറ്റും. നമ്മൾ 78 എന്നുള്ളത് 39ന്റെ മൾട്ടിപ്പിൾ എന്ന രൂപത്തിലാണ് എഴുതിയത്. സോ 78 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 39 വിച്ച് ഈസ് കോൺഗ്രുവന്റ് ടു 25 mod 39. Okay, so this is the idea. Keep this. Okay, now for 103 നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. For this 25 is a big number, നമുക്കതുകൊണ്ട് യൂസ് ഇല്ല. What about 103 square, which is actually 10609, which is 10608 plus 1, and 39 divides 10608. Okay, so this is the thing. So either 10608 is a multiple of 39, so this is congruent to 0 plus 1 mod 39, or this is congruent to
1 mod 39. അപ്പോൾ 103 the whole square congruent to 1 mod 39. That's the thing. Now നമുക്ക് raise to 52 ആണ് വേണ്ടത്. 53. So 53യെ 2 into 26 plus 1 എന്ന് എഴുതാൻ പറ്റും. So 103 raised to 53 is actually 103 raised to 2 into 26 plus 1. This is 103 the whole square, the whole raised to 26 into 103. ഇങ്ങനെ എഴുതാൻ സാധിക്കും. So raised to 26 എടുക്കുക. 103 the whole square congruent to 1 mod 39 ആണ്. So 103 the whole square, the whole raised to 26 congruent to 1 raised to 26 mod 39. Okay, this implies this is 103 raised to 52 congruent to 1 mod 39 എന്ന് കിട്ടി. 1 raised to anything is always 1. Okay, so 103 into 103 raised to 52, 103 കൊണ്ട് ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, കോൺക്രൂവൻറ്റ് ടു 103 into 1 which is 103 mod 39. This implies 103 raised to 53 congruent to 103 mod 39. Mean 103 is actually 25 mod 39. So this is congruent to 25 mod 39. Okay. So 53 raised to 103 congruent to 14 mod 39. 103 raised to 53 congruent to 25 mod 39. So 53 raised to 103 plus 103 raised to 53 congruent to ഇതിൻ്റെ റിമൈൻഡർ എന്ന് വെച്ചാൽ 14, ഇതിൻ്റെ റിമൈൻഡർ എന്ന് വെച്ചാൽ 25. സോ 14 പ്ലസ് 25 mod 39. 14 plus 25 is actually 39. 39 is divisible by 39. So this is congruent to 0 mod 39. Which means that 39 divides this number. Okay. So 39 ഈ നമ്പറിനെ divide ചെയ്യുന്നു. Which is what we need to establish. Thank you.